ഫിലിമിൽ ചാൻസ് വേണമെങ്കിൽ അത് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങളെപ്പോലുള്ള പെമ്പിള്ളേർ ചാൻസ് ചോദിച്ചാൽ പുള്ളി പെട്ടെന്ന് തരും. സമയമാവുമ്പോ ഞാൻ ചോദിച്ചോളാം. പക്ഷെ അങ്ങേർക്ക് അതിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് നേരത്തെ കഴിച്ചു വെച്ചാൽ ഈ ചുറ്റിക്കളിയുടെയും ഫോൺ വിളിയുടെയും ഒന്നും ആവശ്യമില്ല. അത് ഞാൻ എങ്ങനെ സൗകര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ആ ഏതായാലും ഇപ്പൊ ഫോൺ ചെയ്യാൻ പോവാണല്ലോ, തെറ്റു വെച്ചോ. പുള്ളി 3 തരം കുട്ടിയോട് അങ്ങോട്ട് ചെല്ലാൻ പറയും. പിന്നെ വേറെ യാതൊരു പണിയില്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, പെൺപിള്ളേരുടെ ഫോൺ വരുന്നു നോക്കി. കുട്ടി നോക്കിയോ, പുള്ളി ഡെഫിനറ്റ് ആയിട്ട് അങ്ങോട്ട് ക്ഷണിക്കും. എനിക്ക് കാണണമെന്ന് തോന്നിയാൽ ഞാൻ പോയി കാണുകയും ചെയ്യും. അതിനിപ്പോ എന്താ, പിടിച്ച് തിന്നുകളെ. അത്രയല്ലേ ഉള്ളൂ. തിന്നു കഴിഞ്ഞാൽ എല്ല് ബാക്കി കാണുമല്ലോ. സാർ അതെല്ലാം കൂടി ഒന്ന് കളക്ട് ചെയ്ത് ഒരു കലത്തിലാക്കി കടലൊഴുക്കി കളഞ്ഞാ മതി. ആ അത് ഞാൻ ഏറ്റു. പക്ഷെ നേരത്തെ അറിയിക്കണം എല്ല് ബാക്കിയാവുന്ന ദിവസം. ഓ ഹലോ. ഹലോ. സാറിന് എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. ശില്പ. ആ മനസ്സിലായി, പ്രൈസുകാരി കുട്ടി. പിന്നെ ഒന്നുമില്ല, വിളിക്കാന്ന് പറഞ്ഞിരുന്നോണ്ട്. താങ്ക് യു. അയ്യോ ഞാനില്ലേ താങ്ക്സ് പറയണ്ട്. പറഞ്ഞോളൂ. ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അസൂയ ഞാൻ സാറുമായിട്ട് സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ആ അവർക്ക് വിശ്വാസമാകുന്നില്ല. പിന്നെ ഈ സാറ് വിളി വേണ്ട, അതൊരു ബോറാ. എനിക്ക് അതിനേക്കാൾ ബോറാണ്. ഒരു 2-3 വട്ടം കൂടെ സാറേന്ന് വിളിച്ചിട്ട് പയ്യെ വിളി അങ്കിൾ നാക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാനും. അയ്യോ അങ്കിൾ വിളി അതിനേക്കാളും ബോറാണ്.